ഹേ ഗായ്സ്, ഞാൻ അങ്ങനെ ബാംഗ്ലൂർ വന്നിട്ട് രണ്ടാമത്തെ തവണ എന്താണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. ഞാൻ നോർമലി വരാറുള്ള 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. ഇന്ന് എത്തിയപ്പോൾ തന്നെ 6:30 ആയിട്ടേ ഉള്ളേ. നാട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് കയറിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര നേരത്തെ ഇവിടെ എത്തിയത്. ഈ ട്രെയിനിന് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 14 മണിക്കൂർ കൊണ്ട് എത്തേണ്ട നമ്മൾ 17 മണിക്കൂർ കൊണ്ടാട്ടോ ഇവിടെ എത്തിയത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. രാവിലെ 6:30 ആയിട്ടുള്ള തിരക്കാണ് കേട്ടോ ഇത്. അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ ചെന്ന് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആദ്യം നമ്മൾ ബുക്ക് ചെയ്തത് ക്യാൻസൽ ആയതുകൊണ്ട് രണ്ടാമത് ഒന്നും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊബർ എത്തി ഞങ്ങൾ ഇനി നേരെ പോണത് റൂമിലേക്കാണ് കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് ഈ എക്സാമിന് 4 ദിവസം മുന്നേ വന്നത് തന്നെ ഹോൾ ടിക്കറ്റ് മേടിക്കാനാണേ. ഞാൻ ഇവിടെ നിന്ന് പോണതിന് മുന്നേ തന്നെ ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. വന്നപ്പോഴും പ്രതീക്ഷിച്ചില്ലേ ഇതുപോലെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി നേരെ കോളേജിലേക്ക് വന്നിട്ടോ ഹോൾ ടിക്കറ്റ് മേടിക്കാനായിട്ട്. ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ വെയിറ്റ് ചെയ്ത് നിന്നതാണേ. ഈ മുഖത്ത് കാണുന്ന ക്ഷീണം നാട്ടിൽ നിന്ന് വന്നതിൻ്റെയാണ് കേട്ടോ. നമ്മളെല്ലാം കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയപ്പോഴാട്ടോ അറിയുന്നേ 1000 റുപ്യ അടച്ചാൽ മാത്രമേ നമുക്ക് ഹോൾ ടിക്കറ്റ് തരുവുള്ളൂ. കോളേജിൽ നിന്ന് പറഞ്ഞിരുന്നത് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയാണെന്നാണ് കേട്ടോ ഈ 1000 റുപ്യ. എന്തൊക്കെ കേൾക്കണമല്ലേ. അങ്ങനെ 1000 റുപ്യ പോയ വഴി അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ പൈസ കൊടുത്ത് ഹോൾ ടിക്കറ്റ് മേടിച്ച് ഞങ്ങൾ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനിയുള്ള പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നതിൻ്റെ ക്ഷീണം മാറ്റണം, പഠിക്കണം, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം.